ഹായ് നമസ്കാരം. വെൽമോണ്ട് വാട്ടർ സൊല്യൂഷന്റെ മറ്റൊരു പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മളിന്ന് വന്നിരിക്കുന്നത് തൃശ്ശൂർ ജില്ലയിലെ മാളയ്ക്കടുത്തുള്ള പൂപ്പത്തി എന്നുള്ള സ്ഥലത്താണ് കേട്ടോ. വന്നിരിക്കുന്നത് നമ്മളൊരു വെസൽ ഫിൽട്രേഷൻ ചെയ്യാൻ വേണ്ടി തന്നെയാണ് വന്നിരിക്കുന്നത്. ഇവിടെ നമ്മൾ ഉപയോഗിക്കുന്നത് ടാറ്റയുടെ വെസൽ തന്നെയാണ്. 1354 ടാറ്റയുടെ വെസലും 25 NB കെപ്ലറിന്റെ വാൾവാണ് നമ്മൾ ഉപയോഗിക്കുന്നത്. അപ്പോൾ ഇവിടുത്തെ വെള്ളത്തിന്റെ പ്രശ്നം അയണിന്റെ പ്രശ്നം തന്നെയാണ്. അപ്പോൾ അത് മാറ്റുക എന്നുള്ളതാണ് നമുക്ക് നമ്മുടെ ഇന്നത്തെ മെയിൻ ടാസ്ക്. അപ്പോൾ ബാക്കി വിശേഷങ്ങളെല്ലാം നമുക്ക് നേരിട്ട് കണ്ട് മനസ്സിലാക്കാം. പിന്നെ വേറെ കാര്യം പറയാനുള്ളത്, നമ്മൾ ഇവിടെ ഇതിന് മുന്നേ വന്നിട്ടുണ്ട്. ഒരു 3-4 വർഷത്തിന് മുന്നേ നമ്മളിവിടെ ഒരു പ്യൂരിഫയർ നമ്മൾ ഇൻസ്റ്റാൾ ചെയ്തിട്ടുണ്ടായിരുന്നു. ആ പ്യൂരിഫയറിന്റെ മെയിൻ്റനൻസിനോടനുബന്ധിച്ച് നമ്മളിവിടെ വന്നിട്ടുണ്ടായിരുന്നു. അതിന്റെ വീഡിയോ എടുത്തിട്ടുണ്ട്. നമ്മളിവിടുത്തെ കസ്റ്റമറിന്റെ റിവ്യൂ എല്ലാം നമ്മൾ അതിൽ കൊടുത്തിട്ടുണ്ട്. കസ്റ്റമർ എന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് ആ വീഡിയോ കണ്ടാൽ മനസ്സിലാവും, വൈദ്യരാണ്. വിഷചികിത്സയിലും അതേപോലെ തന്നെ ജ്യോത്സ്യത്തിലും പ്രഗത്ഭനായിട്ടുള്ള ഒരു വൈദ്യരാണ്. അപ്പോൾ ആ വീഡിയോ നിങ്ങൾ കാണാത്തവരുണ്ടെങ്കിൽ ഞാൻ ഈ വീഡിയോയുടെ ഫസ്റ്റ് കമന്റായിട്ട് ഞാൻ ആ വീഡിയോ പിൻ ചെയ്യുന്നതാണ്. അപ്പോൾ സമയമുള്ളവരും കാണാൻ താല്പര്യമുള്ളവരും ആ വീഡിയോ ഒന്ന് കണ്ടിട്ട് അഭിപ്രായം പറയണേ. അപ്പോൾ നമുക്ക് നേരിട്ട് നമ്മുടെ വർക്കിലേക്ക് കടക്കാം. ബാക്കിയുള്ള വിശേഷങ്ങളെല്ലാം നിങ്ങൾ നേരിട്ട് കണ്ട് മനസ്സിലാക്കണം. വർക്ക് കണ്ട് അതുപോലെ തന്നെ നമ്മുടെ വീഡിയോസ് എല്ലാം കണ്ടിട്ട് നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ നമ്മുടെ ചാനൽ ഒന്ന് ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറ്റുള്ളവരിലേക്ക് എത്തിക്കുവാനും മറക്കരുത് കേട്ടോ. അതേപോലെ നമ്മുടെ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമായ ഫേസ്ബുക്കിന്റെയും ഇൻസ്റ്റാഗ്രാമിന്റെയും പേജുകളും ഒന്ന് ലൈക്ക് ചെയ്ത് നമ്മളെ ഒന്ന് സപ്പോർട്ട് ചെയ്യണേ. അപ്പോൾ ബാക്കി വിശേഷങ്ങൾ നമുക്ക് നേരിട്ട് കണ്ട് മനസ്സിലാക്കാം. നമ്മൾ വെക്കാനായിട്ട് ഉദ്ദേശിക്കുന്ന ഏരിയ ഇവിടെയാണ് കേട്ടോ. പകുതി പണിയൊക്കെ നമ്മൾ കഴിച്ചിട്ടേക്കനാണ്. ടാങ്ക് ഇത് ഇവിടെ മേലെയുണ്ട്. ഒരു സ്റ്റീലിന്റെ ടാങ്കാണ്, പുതിയ ടാങ്കാണ്. അപ്പോൾ അത് ലൈനെല്ലാം നമ്മൾ നേരത്തെ ചെയ്തിട്ടിട്ടുണ്ട്. പകുതി വർക്ക് കഴിഞ്ഞിടയ്ക്കാണ്. അപ്പോൾ നമുക്കിനി വെസൽ ലൂപ്പിങ്ങും മീഡിയ ഫില്ലിങ്ങും ആണ് ബാലൻസ് ആയിട്ടുള്ളത്. അതേപോലെ നമ്മുടെ മീഡിയാസൊക്കെ ഇവിടെ റെഡി ആയിട്ടുണ്ട്. അതൊക്കെ ഞാൻ നിങ്ങളൊന്ന് കാണിച്ചു തരാം. കാർബൺ ഉണ്ട്, അയൺ റിമൂവർ കാറ്റലോഗ്സ് ഉണ്ട്, പിന്നെ സപ്പോർട്ടിങ് മീഡിയാസൊക്കെ ഉണ്ട്. അപ്പോൾ ഈ സ്ഥലം നല്ല അടിപൊളി സ്ഥലം ഉണ്ടോ. ഒരു എന്താ പറയണത്, നല്ലൊരു കുറേ വൃക്ഷങ്ങളും പച്ചപ്പൊക്കെ അടങ്ങിയ ഒരു അടിപൊളി ഒരു ഏരിയ ആണ്. ഇതാണ് നമ്മുടെ കിണർ. കിണറിൻ്റെ അകത്ത് ഇപ്പോൾ കാണാൻ സാധിക്കില്ല. അതിപ്പോൾ മൊത്തം മൂടിയിട്ടേക്കെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ വെള്ളവും അതുപോലെ തന്നെ നമുക്ക് കാണാൻ സാധിക്കില്ല. നല്ല ആഴമുള്ള കിണറാണ്. വെള്ളത്തിന്റെ ലെവലും താഴത്തോട്ട് പോയി. ഇപ്പോൾ വേനൽ തുടങ്ങിയിട്ടുള്ളൂ. പീക്ക് ടൈം ആയി കഴിയുമ്പോൾ വെള്ളത്തിന്റെ ഷോർട്ടേജ് സാധാരണ കാണിക്കാറുണ്ട് ഇവിടെ. അപ്പൊ നമ്മൾ ഇവിടെ ചെയ്യുന്നത് 2 സോഴ്സ് തമ്മിൽ ക്ലബ് ചെയ്തിട്ടുള്ള പരിപാടിയാണ്. അതായത് കുഴൽക്കിണറും അതേമാതിരി തന്നെ ഈ ഓപ്പൺ വെല്ലും, ഈ രണ്ടിന്റെയും വെള്ളം നമ്മൾ മേലോട്ട് കയറ്റിയിട്ടാണ് സിസ്റ്റം ചെയ്യുന്നത്. അപ്പൊ 2 സോഴ്സിനെ നമ്മൾ ട്രീറ്റ് ചെയ്തെടുക്കാവുന്ന രീതിയിലുള്ള ഒരു സംവിധാനമാണ് നമ്മളിവിടെ ചെയ്യുന്നത്. അപ്പം നമ്മുടെ വർക്ക് ഫിനിഷ് ആയിട്ടുണ്ട്. പ്ലംബിംഗ് വർക്ക് നമ്മളുടെ കംപ്ലീറ്റ് ചെയ്തു. ഇനി ഇതിനകത്ത് ബാലൻസ് ഉള്ളത് നമുക്ക് ബാക്ക് വാഷ് ചെയ്യണം. ബാക്ക് വാഷ് ചെയ്തിട്ട് വേണം നമുക്ക് ലൈനിലേക്ക് എടുക്കാനായിട്ട്. ബാക്ക് വാഷ് ബാക്കിയാണ്. ജസ്റ്റ് അപ്പോൾ ഫിനിഷ് ആയിട്ടുള്ളൂ പ്ലംബിംഗ് വർക്ക്. അപ്പോൾ സുഹൃത്തുക്കൾ, ഇതാണ് നമ്മളുടെ റോ വാട്ടർ ക്വാളിറ്റി. അപ്പോൾ ഇതിനെയാണ് നമ്മൾ ട്രീറ്റ് ചെയ്തെടുത്തേക്കണത്. അപ്പോൾ നമുക്ക് നോക്കാം ഇതിന്റെ പ്രൊഡക്റ്റ് എങ്ങനെയാണെന്ന് നമുക്ക് നോക്കാം. അപ്പോൾ ഇത് രണ്ടും തമ്മിൽ നമുക്ക് കമ്പയർ ചെയ്യുമ്പോൾ മനസ്സിലാവും എത്രത്തോളം നമ്മുടെ വെസൽ വെച്ചിട്ട് അത് ക്ലിയർ ആയിട്ടുണ്ടെന്നുള്ള കാര്യം. അപ്പോൾ നമുക്ക് പ്രൊഡക്റ്റ് വാട്ടർ ഒന്ന് എടുത്ത് നോക്കാം.
എത്രത്തോളം ഉണ്ടെന്നുള്ള കാര്യം കേട്ടോ. അതിന്റെ ക്ലാരിറ്റി എത്രത്തോളം ഉണ്ടെന്നുള്ള കാര്യം നോക്കാം. നിങ്ങൾക്ക് ഇതിൽ നിന്ന് തന്നെ മനസ്സിലാവും എന്തോരം പ്രഷർ ഉണ്ടെന്നുള്ള കാര്യം തന്നെ. ഇതാണ് നമ്മുടെ പ്രൊഡക്റ്റ്. ആ പ്രൊഡക്റ്റിന്റെ ക്വാളിറ്റി നിങ്ങൾക്ക് ക്ലിയർ ആണോ എന്നുള്ള കാര്യം മനസ്സിലാവും. അപ്പോൾ ഇതാണ് നമ്മളുടെ രണ്ടിന്റെയും വ്യത്യാസം, റോ വാട്ടറും പ്രൊഡക്റ്റ് വാട്ടറും. റോ വാട്ടറിന് നിങ്ങൾക്ക് ക്ലിയർ ആണെന്ന് തന്നെ മനസ്സിലാവുന്നു, കാണാൻ പറ്റുന്നുണ്ടെന്ന് തന്നെ മനസ്സിലാവുന്നുണ്ട്. ക്യാമറയിൽ എത്രത്തോളം ക്ലിയർ ആണെന്നുള്ള കാര്യം അറിയില്ല. ഇതല്ല ട്ടോ ചെളി ശരിക്കും നല്ല ചെളിയുണ്ട്. ഇതിപ്പോ നമുക്ക് കറക്റ്റായിട്ടുള്ള ചെളി കിട്ടിയിട്ടില്ല, ഓറഞ്ച് കളറായിരിക്കും. ഇപ്പൊ വേണമെങ്കിൽ നിങ്ങളൊന്ന് കാണിച്ചു തരാം, ഒന്ന് കലക്കി കാണിച്ചു തരാം. ഇതിന്റെ ടർബിഡിറ്റിയും ചെളിയും ഒക്കെ കണ്ടാൽ മനസ്സിലാവും. അപ്പൊ ഇതാണ് നമ്മുടെ പ്രൊഡക്റ്റ് വാട്ടർ. നമ്മുടെ വർക്ക് കംപ്ലീറ്റ് ആയിട്ടുണ്ട്, വെസൽ ഫിൽട്രേഷൻ. അപ്പൊ ആ വർക്കിനെ കുറിച്ച് നമുക്ക് നമ്മുടെ വൈദ്യരോട്, നമ്മുടെ കസ്റ്റമറോട് തന്നെ ചോദിക്കാം. ഞാൻ നേരത്തെ ഇൻട്രോയിൽ പറഞ്ഞ മാതിരി നമ്മളിവിടെ നേരത്തെ വർക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു, ഒരു വാട്ടർ പ്യൂരിഫയറിന്റെ വർക്ക്. ഒരു 3-4 വർഷത്തിന് മുന്നേ നമ്മൾ വാട്ടർ പ്യൂരിഫയർ ഇവിടെ ഇൻസ്റ്റാൾ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പൊ അതിനിടയിൽ വന്ന് നമ്മൾ മെയിൻ സർവീസ് ഒക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പൊ ആ സർവീസിൽ നമുക്ക് വൈദ്യുതി നല്ല ഒരു റിപ്ലൈയും കാര്യങ്ങളും റിവ്യൂ ഒക്കെ തന്നിട്ടുണ്ടായിരുന്നു. അപ്പൊ അതിന്റെയൊക്കെ വീഡിയോ നമ്മൾ ഓൾറെഡി ഇട്ടിട്ടുണ്ട് യൂട്യൂബിൽ. അപ്പൊ ആ വീഡിയോ കാണാത്തവര്, ഞാൻ ആദ്യമേ പറഞ്ഞ പോലെ ഞാൻ ഈ വീഡിയോയുടെ ഫസ്റ്റ് കമന്റ് ആയിട്ട് ഞാനത് പിൻ ചെയ്തേക്കാം. അപ്പൊ കാണാത്തവർ അതൊന്ന് കണ്ടു നോക്കുക, അഭിപ്രായം പറയുക. അപ്പൊ ഇപ്പൊ ചെയ്ത വർക്ക് വെസൽ ഫിൽട്രേഷനെ കുറിച്ച് നമുക്ക് വൈദ്യുതി തന്നെ ചോദിച്ചു നോക്കാം. ആ വർക്ക് എങ്ങനെയുണ്ട്, ഇതിന്റെ നമ്മുടെ പ്രൊഡക്റ്റ് ക്വാളിറ്റിയും അതുപോലെ തന്നെ റോ വാട്ടർ ക്വാളിറ്റിയും വൈദ്യുതി നന്നായിട്ട് അറിയാവുന്നതാണ്. റോ വാട്ടറിന്റെ ക്വാളിറ്റി എത്രത്തോളം ഉണ്ടെന്നുള്ള കാര്യം. അപ്പൊ അതിനെക്കുറിച്ചൊക്കെ ജസ്റ്റ് ഒന്ന് വൈദ്യുതിയോട് നമുക്ക് ചോദിച്ച് മനസ്സിലാക്കാം. വൈദ്യുതി നമസ്കാരം. അപ്പൊ നമ്മുടെ വർക്ക് കഴിഞ്ഞു. ആക്ച്വലി നമ്മൾ ഈ വെസൽ ഫിൽട്രേഷൻ കുറെ നാൾക്ക് മുന്നേ വെക്കേണ്ടതായിരുന്നു. നമ്മൾ ഇങ്ങനെ പോസ്റ്റ്പോൺ ചെയ്ത് പോന്നുകൊണ്ടിരിക്കുകയായിരുന്നു. അപ്പൊ ഫൈനലി നമ്മൾ അത് ഇൻസ്റ്റാൾ ചെയ്തു. അപ്പോ ഈ വെസൽ ഫിൽട്രേഷനെ കുറിച്ച് വൈദ്യുതിയുടെ അഭിപ്രായം ഒന്ന് കേട്ടാൽ കൊള്ളാം. നമ്മുടെ പ്രേക്ഷകർക്ക് അത് വലിയൊരു മുതൽക്കൂട്ടായിരിക്കും ഈ വർക്കിനെ കുറിച്ചും. ഈ ഫിൽട്ടറിംഗ് സിസ്റ്റം വെച്ചതിന് ശേഷം എനിക്കിപ്പോ ഏറ്റവും നല്ല ശുദ്ധമായിട്ടുള്ള വെള്ളം കുടിക്കാനുള്ള സാധ്യത ഉണ്ടായി. അതെന്തായാലും വളരെ നല്ല കാര്യമാണ്. സാറ്റിസ്ഫൈഡ് അല്ലേ ഈ വർക്ക് ചെയ്തതിൽ? പ്യൂരിഫൈഡ് വാട്ടർ കുടിക്കണം എന്നുള്ള എന്റെ ഒരു ആവശ്യം നടന്നു കിട്ടി. ഓക്കെ, നമ്മളിപ്പോ ഓൾറെഡി നമ്മൾ പ്യൂരിഫിക്കേഷൻ സിസ്റ്റം, അതായത് പ്യൂരിഫയർ അകത്ത് വെച്ചിട്ടുണ്ട്. നമ്മളൊരു 3-4 വർഷത്തിന് വെള്ളത്തിലുള്ള റെസ്റ്റ് കംപ്ലീറ്റ് ആയിട്ട് റിമൂവ് ചെയ്യാനുള്ള സിസ്റ്റം കൊണ്ടുവന്നപ്പോ ഒന്നുകൂടി അയൺ കണ്ടന്റ് ഡിസോൾവ്ഡ് ആയി നമുക്ക് നന്നായിട്ടുള്ളതിന്റെ പേരിൽ നമ്മളൊരു വെസൽ ഫിൽട്രേഷൻ പുറത്തു വെച്ചു. അപ്പോ നമുക്ക് ധൈര്യമായിട്ട് ശുദ്ധീകരിച്ച വെള്ളം കുടിക്കാന്നുള്ളൊരു ആയിക്കോട്ടെ. അപ്പൊ എന്തെങ്കിലും വേറെ നമുക്ക് നമ്മുടെ പ്രഷറോട് പറയാനുണ്ടോ? നമുക്ക് ഇങ്ങനെയുള്ള ഒരു സിസ്റ്റം പ്രഷർ എന്തായാലും അവരവരുടെ കിണറിലെ വെള്ളം വളരെ ടെസ്റ്റ് ചെയ്ത് അതില് അയണിൻ കണ്ടൻസോ അല്ലെങ്കിൽ മറ്റുള്ള ബാക്ടീരിയകളോ ഉണ്ടെങ്കിൽ അതെന്തായാലും ശുദ്ധീകരിക്കാനുള്ള ഒരു സിസ്റ്റം കൊണ്ടുവന്ന് ദിവസം ഉപയോഗിക്കുകയാണെന്നുണ്ടെങ്കിൽ അവർക്ക് രോഗങ്ങളിൽ നിന്ന് അനവധി മുക്തി കിട്ടാൻ സാധ്യതയുണ്ട്. വേറെ കാര്യം, ഞാൻ ഇങ്ങനെ ഡീറ്റെയിൽ ആയിട്ട് വൈദ്യുതി ചോദിക്കുന്നതുകൊണ്ട് പ്രഷർ തെറ്റിദ്ധരിക്കണ്ട. ആള് വൈദ്യരാണ്, പ്രൊഫഷണൽ ആയിട്ടൊരു വൈദ്യരാണ്. നമുക്ക് ജ്യോത്സ്യത്തിലും അതുപോലെ തന്നെ നമ്മുടെ വിഷ ചികിത്സയിലും പ്രഗത്ഭനാണ്. അപ്പൊ നമ്മളെക്കാളും കൂടുതൽ അറിവുള്ളതിന്റെ പേരിലാണ് വൈദ്യരുടെ അടുത്ത് തന്നെ കാര്യങ്ങൾ ചോദിച്ച് മനസ്സിലാക്കുന്നതും വൈദ്യരുടെ അഭിപ്രായം നമ്മൾ ആരായുന്നതും. തീർച്ചയായിട്ടും. അപ്പോ സാറ്റിസ്ഫൈഡ് ആണ് നമ്മൾ ചെയ്തത്? വളരെ സാറ്റിസ്ഫൈഡ് ആണ്. അപ്പൊ ആയിക്കോട്ടെ, ശുദ്ധമായിട്ട് നമുക്ക് കിട്ടുന്നുണ്ട്. റെസ്റ്റോ അഴുക്കുകളോ ബാക്ടീരിയകളോ ഒന്നും ഇല്ലാത്തൊരു വെള്ളം കുടിക്കാൻ സാധിക്കുന്നുണ്ട്. ആയിക്കോട്ടെ. അപ്പൊ താങ്ക് യു. അപ്പൊ സുഹൃത്തുക്കളെ, നമ്മുടെ വീഡിയോ ഇവിടെ കൊണ്ട് വൈൻഡപ്പ് ചെയ്യാണ്. അപ്പൊ നിങ്ങൾക്കും ഇതേപോലുള്ള വർക്ക് ചെയ്യാൻ താല്പര്യമുണ്ടെങ്കിൽ, അല്ലെങ്കിൽ ഈ വർക്കിനെ കുറിച്ച് അറിയാൻ താല്പര്യമുണ്ടെങ്കിൽ നമ്മുടെ താഴെ കാണുന്ന നമ്പറിൽ നമ്മളുമായി ബന്ധപ്പെടുക. അതുപോലെ നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ചാനൽ ഒന്ന് ലൈക്ക് ചെയ്യാനും മറ്റുള്ളവരിലേക്ക് എത്തിക്കുവാനും നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് കേട്ടോ. അപ്പൊ പുതിയൊരു വീഡിയോയുമായി വരുന്നവരെ ബൈ.